ഹായ് ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കിഡിലിനായിട്ട് ചോറ് വെച്ചിട്ടൊരു ഹെയർ കെയർ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റൈസിൽ അടങ്ങിയിരിക്കുന്ന സ്റ്റാർച്ച്, അമിനോ ആസിഡ്സ്, വൈറ്റമിൻസ്, മിനറൽസ് ഒക്കെ മുടി കൂടുതൽ സ്മൂത്തായിട്ടും ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഹെയറിനൊരു കെരാറ്റിൻ ഇഫക്റ്റും കൂടി ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട് കിട്ടും. അപ്പോൾ ആദ്യം തന്നെ മുടിയിലുള്ള ചടകളൊക്കെ നമ്മൾ മാറ്റണം. അപ്പോൾ റൈസ് നമ്മൾ ഈ രീതിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നോർമൽ റണ്ണിങ് വാട്ടറിൽ നമ്മൾ ഹെയർ വാഷ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഓയിൽ വെച്ച് ഹെയർ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ശേഷം ഇതുപോലെ വെരി ലെസ് ക്വാണ്ടിറ്റി ഓഫ് റൈസ് എടുത്തിട്ടുള്ളൂ. ഒരു 3-4 സ്പൂൺ വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കുക. then ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും നമുക്ക് കിട്ടുക. കുറച്ചും കൂടി ഇതൊരു വാട്ടറി ആവണം, ലൂസ് ആവണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. തലയിൽ അപ്ലൈ ചെയ്തൊരു ഹാഫ് ആൻ അവർ ഒക്കെ വെയിറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസി ആട്ടോ നല്ലത്. അപ്പം ഞാൻ നന്നായിട്ട് ഇത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നോക്കൂ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആകുമ്പം നമുക്ക് ഇതെടുക്കാവുന്നതാണ്. തലയിൽ ഇതുപോലെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ആദ്യം ഇതുപോലെ ജസ്റ്റ് ഒന്ന് പുറമെ മാത്രം അപ്ലൈ ചെയ്തതിന് ശേഷം സ്കാൽപ്പിലേക്കും കൂടി നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ്, നമ്മൾ എഗ് വൈറ്റ് ഒക്കെ അപ്ലൈ ചെയ്യുമ്പം മുടി പെട്ടെന്നൊരു മുടിയുടെ ഒരു ടെക്സ്ചർ മാറുമല്ലോ, ആ ഇതുപോലെ മുടി കുറച്ചൊന്ന് ഹാർഡ് ആവുന്ന പോലെ ഫീൽ ചെയ്യും. അപ്പം ഞാൻ പറയാൻ മറന്നുപോയൊരു കാര്യമാണ്, ഞാൻ ഈ റൈസ് അരച്ചതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏതാണ് ഓയിൽ യൂസ് ചെയ്യുന്നത്? ഞാൻ പ്ലെയിൻ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തത്. ഇൻ ബിറ്റ്വീൻ നമ്മളിത് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തലയിലെ ചടകളൊന്നും കളയാനായിട്ട് ട്രൈ ചെയ്യരുത്. അത് ഹെയർ ലോസിന് കാരണമാകും. ഹെയറിൻ്റെ ടെക്സ്ചർ മാറുമ്പം ചിലപ്പോൾ നമ്മൾ ടെൻഷൻ കൊണ്ട് മുടിയിലെ ചട കളയാനായിട്ട് ട്രൈ ചെയ്തു. ആ സമയത്ത് നമ്മുടെ മുടി നന്നായിട്ട് കൊഴിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സ്മൂത്തായിട്ട് അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഹെയർ വാഷിന് ശേഷം മുടി കുറച്ചും കൂടി സ്മൂത്താകും. അതുകൊണ്ട് ആരും പേടിക്കൊന്നും വേണ്ട. പറഞ്ഞതുപോലെ നോ നീഡ് ടു യൂസ് എനി ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ ഇൻ ദിസ്. നമുക്ക് ജസ്റ്റ് ഇതുപോലെ റണ്ണിങ് വാട്ടറിൽ വാഷ് ചെയ്തെടുക്കാം. ഡെയിലി ചെയ്യുന്ന നമ്മുടെ ഹെയർ കെയർ റൊട്ടീനിൽ നമ്മൾ ഇതും കൂടി ആഡ് ചെയ്യുവാണെങ്കിൽ ഒരു മാജിക്കൽ ഇഫക്റ്റ് നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും ഫൈനാൻഷ്യൽ ഫ്രണ്ട്ലി ആയിട്ട് പ്രത്യേകിച്ച് ചിലവുകളൊന്നും ഇല്ലാതെ തന്നെ വീട്ടിൽ തന്നെ നമുക്കൊരു നാച്ചുറൽ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. സ്കാൽപ്പ് എപ്പോഴും ക്ലീൻ ആയിരിക്കും. അതുപോലെ തന്നെ സ്പ്ലിറ്റൻസ്, ബ്രേക്കേജ് കാര്യങ്ങളൊക്കെ നമുക്കൊരു പരിധി വരെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഹെയർ കെയർ ഡെയിലി ചെയ്യുന്നത് കൊണ്ട് എനിക്ക് എൻ്റെ മുടി ലെങ്ത് ആവുന്നുണ്ട്, ബട്ട് ഒരു സ്മൂത്ത് ടെക്സ്ചറോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു മെത്തേഡ് എല്ലാവരും ഒന്ന് വൺസ് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.